ഈ ആരവം കണ്ടോ, നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം കുറ്റിപ്പുറം MAS എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഐക്കോണിക് ഇവന്റ് ആയിട്ടുള്ള മെസ്റ്റെക് നടന്നിട്ടുണ്ടായിരുന്നു. അതെ, മെസ്റ്റെക് 2026 വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാറിന്റെ ഇനാഗ്രേഷനോട് കൂടിയിട്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്നത്. അതായത് ഫെബ്രുവരി 12, 13, 14 തീയതികളായിരുന്നു നടന്നിട്ടുള്ള മെസ്റ്റെക് കുറ്റിപ്പുറം MAS എഞ്ചിനീയറിംഗ് കോളേജ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ലോട്ടസ് ടെമ്പിൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. കോളേജും പരിസരവും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാൻഡ് സ്റ്റേജിലാണ് പ്രോ ഷോസ് നടക്കുന്നത്. ടിക്കറ്റ് വഴിയാണ് ഷോക്കുള്ള എൻട്രി. അതേപോലെ തന്നെ ഓട്ടോ എക്സ്പോ മറ്റൊരു ഗ്ലാമർ ഐറ്റം ആയിരുന്നു, ആളുകളെ അട്രാക്ട് ചെയ്യുന്ന. എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി വിവിധ പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടേതായിട്ടുള്ള എക്സിബിഷൻസും ഷോസും വർക്ക്ഷോപ്സും ടോക്സും എല്ലാം ഉണ്ടായിരുന്നു. ആർക്കിടെക്ട്സിന്റെ ഫ്ലീ മാർക്കറ്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിന്റെ വർക്കും അതേപോലെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ ഈ ഒരു ഫ്ലീ മാർക്കറ്റിൽ ആദ്യം വരുന്ന S6 ഫിന മിസ്ബ ഷഹല അമീർ ആൻഡ് ഷിബിൻ ഒരുക്കിയ ഈ ഒരു ഫുഡ് സ്റ്റോൾ ആയിരുന്നു. ഭയങ്കര മൂവിംഗ് ആയിരുന്നു ഇവരുടെ ഐറ്റംസ് ഒക്കെ. സ്വീറ്റ്സും സ്നാക്സും ജ്യൂസും പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ വൗസ് ആൻഡ് വിസ്റ്റ എന്നുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസിന്റെ സഫ, നൂറ, ഷംസുദ്ദീൻ, മുഫിദ, റിദ ഒരുക്കിയ ഈ ഒരു സ്റ്റോളും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഷമി മാമിന്റെ ബ്യൂട്ടി ആൻഡ് മഡ്സ് എന്നുള്ള സാരി ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടെയും ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. S6 തന്നെ 2 സ്റ്റുഡൻസിന്റെ ആയിട്ടുള്ള ജ്വൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുനു ജ്വൽസ് ബൈ റഹില, സൈനബ്, നൈല, ഷാന, അഭിനന്ദൻ, എമ ഷാം കളക്ഷൻസ് ബൈ റഹ്മ. ഞാൻ അവിടെ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ദില്ലു സാറിന്റെ ഹെവൻലി ബൈറ്റ്സ് എന്നുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ന്യൂട്രല ചീസ് ബർഗർ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. സ്റ്റുഡൻസ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് അസീൽ നമ്മുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആയിരുന്നു. ഹാമിദും വന്നിട്ടുണ്ടായിരുന്നു സെൽഫി എടുക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം നല്ല വൈബായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ടീച്ചേഴ്സും. അതേപോലെ തന്നെ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ S4 ഗേൾസിന്റെ ഫേസ് പെയിന്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം പ്രോഗ്രാമിന് വരുന്നവർക്കൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്ന ഡിസൈനിലുള്ള ഫേസ് പെയിന്റിംഗ് അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്ലീ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ് ആണ് ഇത്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ മാം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള 3 ദിവസം ഇവന്റ് നടക്കുന്നത്. അപ്പോൾ മെയിൻ ബ്ലോക്കിലോട്ട് പോയപ്പോൾ ഷാമോൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ബ്ലോക്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ആയിട്ട് മേജർലി സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഒരു ഗെയിമിംഗ് സെഷൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. വെറൈറ്റി ഓഫ് ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതേപോലെ തന്നെ ലേസർ ഫുട്ബോൾ ഉണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിസരത്തിന്റെ ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ ആയിരുന്നു വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്കൂളിലെ കുട്ടികളും അതേപോലെ തന്നെ പൊതുജനങ്ങളൊക്കെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിനുള്ളിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കൊടുക്കുന്ന സ്റ്റുഡൻസിനെ കുറിച്ചിട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു VR ഷോയോട് കൂടിയിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത്. വർത്ത് ടു വിസിറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതേപോലെ എക്സിബിഷൻസും ഷോസും ടോക്കും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ ആവേശത്തോടെയായിരുന്നു അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് പ്രിൻസിപ്പൽ മാം എല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോൾ പ്രോ ഷോസ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്രോ ഷോസ് എന്ന് പറയുന്നത് സൂര്യ സന്തോഷിൻ്റെയാണ്. അപ്പോൾ അത് കാണാനാണ് പിള്ളേർ ഓടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വെയിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളൊക്കെ അതിന് ശേഷം സൂര്യ സന്തോഷ് ഷോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എസ്പെഷ്യലി എനിക്ക് 3 ദിവസത്തെ ഈ ഷോകൾ സൂര്യ സന്തോഷിൻ്റെ ഷോ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആ പിന്നിൽ എഴുതി കാണിക്കുന്ന വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുള്ളി ഒരു ആശയം, ഒരു രാഷ്ട്രീയം കൂടി ഇതിൻ്റെ കൂടെ എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൈബായിരുന്നു. കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒറിഗാമി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആർക്കിടെക്ട് അർഷദാണ് അത് ഡീൽ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ആർക്കിടെക്ട് നസീമയുടെ ഒരു പോർട്ട്ഫോളിയോ മേക്കിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക്ഷോപ്പെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഹനീൻ സാറിൻ്റെ കൂടെ നമ്മളിത് MBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സെഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുവരെയൊക്കെയായിരുന്നു നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ ഈ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത്. അവരോടുള്ള നന്ദി ആദ്യം തന്നെ പറയുന്നു. സെക്കൻഡ് ഡേയിൽ ദില്ലു സാറ് ചീസ് മാക്കിംഗ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാശിയാണ്, അമൃത മാമിൻ്റെ മകന്. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് കുട്ടികളുടെ കൾച്ചറൽ ഷോസ് നടക്കുന്നുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ. അതിന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. രാവിലെ ഇവിടെ മെസ്റ്റോക്കാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ S8 സ്റ്റുഡൻസിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കോർഡിനേറ്റർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും എത്താനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബൈക്ക് സ്റ്റണ്ട് ഉണ്ടായിരുന്നു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട്. പിന്നെ അന്ന് രാത്രി ഇതേപോലെ തന്നെ ഗബ്രി, അതേപോലെ തിരുമാലി എന്നിവരുടെ പ്രോ ഷോസ് ആണ് ഉണ്ടായിരുന്നത്. അതും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിലെ 3rd ഡേയിൽ ബിമ്മിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ബിംസ് ലാബ് ഗ്ലോബലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് മെയിൻലി അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് മാക്സിമം എക്സിബിഷൻസ് ഒക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. CSE ഡിപ്പാർട്ട്മെന്റിൽ റെയിൽവേയുടെ ഒരു എക്സിബിഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഷെഹന മാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ECE EEE ഡിപ്പാർട്ട്മെന്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റോബോട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻസ് അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ എക്സിബിഷൻസ്
എക്സിബിഷൻസും ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ISROയുടെ ഒരു എക്സിബിഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാർണിവൽ കോൺസെപ്റ്റിൽ ഇവർ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പ്ലേ ചെയ്തിട്ട് അത് വിൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കിട്ടും. ഇവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എസ്കേപ്പ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. 4 ചേമ്പേഴ്സ് ആക്കിയിട്ട് നമ്മൾ കുറേ ക്ലൂസിൽ നിന്നും ഒരു കില്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ബ്രില്യൻ്റ് ഐഡിയ തന്നെയായിരുന്നു. അങ്ങനെ ടോട്ടാലിറ്റിയിൽ ECE ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു എക്സിബിഷൻ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും അധികം പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ CSE ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൊറോസും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഇന്ന് ഫൈനൽ ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഇതിനെ വൈൻഡപ്പ് ചെയ്യാനുള്ള ആ ഒരു മൂഡിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അതെ അവിടെ അബിൻ സാർ അവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, നല്ലൊരു വൈബ്രൻറ്റ് മോഡായിരുന്നു. പ്രിൻസിപ്പൽ മാമും ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോൾസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ ഡേ ആണ്. ഇന്നത്തെ പ്രോ ഷോ എന്ന് പറയുന്നത് റേഡിയോ ലെക്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MBLൻ്റെയും പ്രോ ഷോസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള 3 ദിവസമാണ് സമ്മാനിച്ചത്. സമയം പോയത് അറിയില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.